ഹലോ, എന്തൊക്കെയുള്ള വിശേഷങ്ങൾ? പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ. ഞാൻ ഒക്ടോബർ 1 കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ. ഒന്നാമത്തത് എൻ്റെ സിസ്റ്റർ എന്നതാണ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നത്, പിന്നെ അവസാനത്തെ ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ഗിഫ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഞാൻ അൺബോക്സ് ചെയ്ത് തരാം. അപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് നവംബർ 1 കേട്ടോ. അപ്പോൾ നവംബർ 2 ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം ഇനിയും വൈകും. അങ്ങനെ ഫസ്റ്റ് അതിലുണ്ടായിരുന്നത് ഒരു ബർത്ത്ഡേ കാർഡായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് അടിച്ചിട്ടത് കണ്ടപ്പോൾ പണ്ടൊക്കെ ഇത് കുറേ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ അതാ ഒരു ഫ്ലവർ ഉണ്ട്. ഈ ഫ്ലവർ നല്ല രസമുണ്ടായിട്ട് കാണാൻ. റൗണ്ടിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും ആ റോസാണ്. പിന്നെ ഇതാ ഒരു അടിപൊളിയായിട്ടുള്ള പിങ്ക് വാഷി ടാപ്പ് ഉണ്ട്. പിന്നെ ഇതാ ഒരു ക്രാബ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ക്രാബും ഉണ്ട്. പിന്നെ അതുണ്ടായിരുന്ന കുറച്ച് ക്യാൻഡീസാണ്. പിന്നെ ഒരു സ്റ്റഡ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കിട്ടിയപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡാണ്. പിന്നെ ഇതേപോലത്തെ കുറച്ച് ക്യാൻഡീസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അനിയത്തിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഈ ഒരു ബോക്സ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ എനിക്കെന്താ അറിയില്ല, നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൽ കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഇതുണ്ടായിരുന്നത് ഡയറി മിൽക്കാണ്. 4 ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 എണ്ണം അപ്പം തന്നെ ഒളിച്ച് നിന്നു. പിന്നെയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ ഇതുണ്ടായിരുന്നത് ക്ലേ ആണ്. ഈ ഒരു ക്ലേയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള 2 മോൾഡും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ 2 ക്യൂട്ടായിട്ടുള്ള വാഷി ടബ് ഉണ്ടായിരുന്നു. ഒരു വാഷി ടബ് ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു പാറ്റേണൊക്കെ ആയിരുന്നു. പിന്നെ ഇതുപോലുള്ളൊരു കാപ്പിബാറേൻ്റെ വാഷി ടബ് കവായി സ്റ്റിക്കർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഉണ്ട്. ഇത് എല്ലാവരും പറയുന്ന പോലെ തന്നെ സാധാ സ്റ്റിക്കി നോട്ടാണ്. പിന്നെ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള ഇതാണ് കേട്ടോ. അതിൽ വരുന്ന ഇമോജി അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലുണ്ടായിരുന്നത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള എറേസേഴ്സാണ് കേട്ടോ. ഇതുപോലുള്ള ഒരു ഹേർട്ടിൻ്റെ എറേസർ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള എല്ലാ എറേസറുകളും അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കൊറോമി തീമിലുണ്ടായിരുന്നു. പിന്നെ യൂണിക്കോൺ, പിന്നെ പണ്ട് കുറേ കാർട്ടൂൺ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടാവും. കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ആ ക്യാരക്ടർ. എനിക്ക് പേരിപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്മൈലി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 5 എറേസേഴ്സ് ഉണ്ടായിരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള 5 എറേസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് ഇങ്ക് പെന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് അവർ എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ്. ഇനി നെക്സ്റ്റ് ആയിട്ട് എനിക്ക് വേണ്ടി നൽകിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ഇത് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ജേർണൽ കിറ്റാണ്. ഞാൻ കുറേ ആയി ഒരു ജേർണൽ കിറ്റ് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് നിന്നിട്ടോ. അങ്ങനെ അവസാനം ഒരു പിങ്ക് തീമിലുള്ളൊരു സൺസെറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണൽ കിറ്റ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇതിന് ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എന്നിട്ട് പറയണില്ല. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഷോർട്സിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേ ജേർണൽ കാണാം. ഞാൻ ബർത്ത്ഡേ ജേർണൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ കുറച്ച് കേക്ക് ബോർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള കേക്കൊക്കെ കട്ട് ചെയ്യാൻ ബർത്ത്ഡേയും അടിപൊളിയാക്കണം എന്നുണ്ടായിരുന്നു. കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പക്ഷേ അന്ന് എന്തോ കേക്ക് ഉണ്ടാക്കിയില്ല. ചില സാഹചര്യങ്ങൾ മൂലം ഞങ്ങൾ കേക്ക് ഉണ്ടാക്കിയില്ല. അങ്ങനെ ആ കേക്ക് ബോർഡിലുള്ള കുറച്ച് കേക്കിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതൊക്കെ വെച്ചിട്ടാണ് ജേർണൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കൂടുതൽ കുറേ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ജേർണൽ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്.
അങ്ങനെ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ച്, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പം ആ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ശരിക്കും നിൽക്കില്ല, അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലുള്ള കേക്കും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റാക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചാനൽ. പക്ഷെ എനിക്ക് അന്ന് കേക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ബർത്ത്ഡേ ഹൈലൈറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ ഹൈലൈറ്റ് ആണല്ലോ കേക്ക് എന്ന് പറയുന്നത്. പക്ഷെ നന്നാക്കി ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് പേജ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് പേജ് ചെയ്യുകയാണെങ്കിൽ 2 പേജ് ചെയ്യണുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ സെക്കൻഡ് പേജും കൂടി ചെയ്യുകയാണ്. അങ്ങനെ സെക്കൻഡ് പേജിക്ക് ബർത്ത്ഡേ എന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇത് റെഡ് നമ്മൾ ചെയ്യുമ്പോൾ ഇതാക്കാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത് പറ്റിയില്ല. ഇത് ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ഗ്രിഡ് പാറ്റേൺ ആയിട്ടുള്ള ഒരു പേപ്പർ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കീറി കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ബർത്ത്ഡേ ദിവസത്തെ കാര്യങ്ങളും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നിട്ടുള്ള കാര്യങ്ങളും സിസ്റ്റേഴ്സ് ഗിഫ്റ്റ് തന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഷോർട്ടാക്കിയിട്ട് ആ ഒരു പേജിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ജേണലായിരുന്നു നമ്മൾ ജേണൽ പറയുന്നത്. അടുത്തത് എൻ്റെ ബർത്ത്ഡേ ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബർത്ത്ഡേ ഫോട്ടോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ പരമാവധി ആളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.